Once again, welcome back to KCS Classes. KCS Classes ne marru pudhiya videoyilekku ellavarkkum swagatham. This is Kiran CS. Junior Accountant Category number 610 611 Kerala PSC exam ഇന്നലെ കഴിഞ്ഞു. നമ്മൾ അപ്പോൾ തന്നെ എക്സാം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആൻസർ കീ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, ഒരുപാട് കുട്ടികൾ പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ബട്ട് നമുക്ക് മോർണിംഗ് ഒക്കെ ക്ലാസ് ഉള്ളതുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് ഡി ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. അക്കോർഡിംഗ് ടു ഡാഷ് whatever increase in the value of the firm results from the payment is dividend will be exactly offset by the decline in the market price of share. നാല് ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. വാട്ടർ, ഗോൾഡൻ, നൺ ഓഫ് ദീസ്. നമുക്കറിയാം ഇറലവൻസ് അപ്രോച്ച് ആണിത്. എന്താണ് ഇറലവൻസ് അപ്രോച്ചിൽ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് വാല്യൂ ഓഫ് ദി ഫേം ഡിവിഡൻഡ് ഒക്കെ കൊടുത്തതിന് ശേഷം കൂടിയാലും അത് കുറച്ച് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? കുറയും. ഇറലവൻ്റ് ആണ് ഈ പറയുന്ന ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞ ആരാ? ആണ് പറഞ്ഞിട്ടുള്ളത്, മുഡ്ഗിലാനി മില്ലർ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസംപ്ഷൻ ഓഫ് വാട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ്? നാല് ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം, കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം എന്താ? ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഇവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് ഡിവിഡൻഡിന്റെ ഈ പറയുന്ന വാട്ടേഴ്സിന്റെ അസംപ്ഷനിൽ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദി ഫേം ആർ ഫിനാൻസ്ഡ് യൂസിങ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്സ്. അത് ശരിയല്ല. റീറ്റെയിൻഡ് ഏർണിങ്സ് മാത്രമാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ട് ആയിട്ട് നമ്മൾ എടുക്കുക എന്നാണ് വാട്ടർ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് എന്താ രണ്ടാമത്തെ അസംപ്ഷൻ ശരിയല്ല. അപ്പോൾ അതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് answer. Then moving to question number 3. The cash kept aside by the investor equips him to exploit an attractive investment opportunity. This motive is termed as. നാല് ഓപ്ഷൻ ഉണ്ട്. Precautionary motive, speculative, transaction, none of these. ആ കൺസെപ്റ്റ് എന്താണ്? പൈസ നമ്മൾ എന്ത് ചെയ്യണു? എടുത്തു വെക്കുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് പറയാ സ്പെക്യുലേറ്റീവ് മോട്ടീവ്. ഓക്കെ, so option B ആണ് ആൻസർ വരാം. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. ഡാഷ് അപ്രോച്ച് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് മോർ ഓൺ ഷോർട്ട് ടൈം ഫണ്ട്സ്. അപ്പോൾ ഷോർട്ട് ടൈം ഫണ്ട്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് അപ്രോച്ച് പ്രകാരമാണ്? അഗ്രസീവ്, കൺസർവേറ്റീവ്, ഹെഡ്ജിങ്, ദെൻ ഓൾ ഓഫ് ദീസ്. അഗ്രസീവ് അപ്രോച്ച് ആണ് വർക്കിംഗ് ക്യാപിറ്റലിലെ അഗ്രസീവ് അപ്രോച്ച് ആണ്. ഓപ്ഷൻ എ ആണ് വരാം കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 5. അണ്ടർ ഡാഷ് ടെക്നിക് ഓഫ് ഇൻവെന്ററി കൺട്രോൾ ഇൻവെന്ററി ഐറ്റംസ് ആർ classified based on their annual usage value in monetary terms. Annual usage value ന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഏത് ടെക്നിക് ആണെന്നുള്ളതാണ് ചോദ്യം. ABC അനാലിസിസ് ആണ് റൈറ്റ് ആൻസർ വരാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 5. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6. An item is valued at the exchange price at the date of acquisition and shown in the financial statements at that value or an amortized portion. This is as per the principle of നാല് ഓപ്ഷൻ full disclosure, cost, materiality, consistency. ഈസി ആയിട്ട് ആൻസർ കൊടുക്കാൻ സാധിക്കും. കോസ്റ്റ് ആണ്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. ഈസി ക്വസ്റ്റ്യൻ. When a sole proprietor decided to use same bank account for his business as well as personal, dash accounting is violated. ഏതാണ് അവിടെ? entity കൺസെപ്റ്റ് പ്രകാരം എന്താ? business is different from its businessman. ഇവിടെ രണ്ടിനും ഒരേ അക്കൗണ്ട് ആണെങ്കിൽ അവിടെ എൻറ്റിറ്റി കൺസെപ്റ്റ് വയലേറ്റഡ് ആയി. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. ഡാഷ് ഈസ് ദി ബേസിസ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഫോളോഡ് ബൈ ഇന്ത്യൻ കമ്പനീസ്. നമ്പർ 1 ക്യാഷ് ബേസിസ്, നമ്പർ 2 അക്രൂവൽ ബേസിസ്, നമ്പർ 3 അക്രൂവൽ ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം, ദെൻ ഡബിൾ എൻട്രി സിസ്റ്റം. അക്രൂവൽ ബേസിസ് എന്തായാലും ഫോളോ ചെയ്യണം, ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യണം. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. ദി മോസ്റ്റ് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിലുള്ളത്. Opening stock 17,600, closing stock 10,560, cost of goods sold 1,83,040. The amount of purchase നമുക്കറിയാം cost of goods sold is equal to opening stock plus purchases minus closing stock ആണ്. അപ്പോൾ cost of goods sold തന്നിട്ടുണ്ട്. cost of goods sold is equal to opening plus purchases മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും 1,83,040.
76,000. Option A ആണ് answer. Moving to question number 10. As per dash concept, capital is shown in the liability side of the balance sheet. Again, easiest question ആണ്. entity concept പ്രകാരം എന്താ ബിസിനസ്സും ബിസിനസ്മാനും ഡിഫറെൻ്റ് ആണ്. സോ ക്യാപിറ്റൽ ബിസിനസ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ലൈബിലിറ്റി ആണ് ആർക്ക്? ബിസിനസ്സിന്. ബിക്കോസ് അത് റീപേയ്മെന്റ് ചെയ്യേണ്ടതാണ്. സോ entity concept ആണ് ആൻസർ ആദ്യത്തെ A. Moving to question number 11. Which of the following conditions is not true in case remuneration payable to partners is allowed as a deduction of a partnership firm under Income Tax Act 1961? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. remuneration must be authorized by partnership deed. remuneration can be paid to all partners. അപ്പോൾ ശരിയല്ലാത്തതാണ് ചോദ്യം. partnership deed cannot authorize payment of remuneration for any earlier period. None of these. അപ്പോൾ ഇതിൽ എന്താണ് ശരിയല്ലാത്തതെന്ന് പറയുമ്പോൾ remuneration can be paid to all partners. എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കില്ല. വർക്കിംഗ് പാർട്ട്നേഴ്സിനാണ് remuneration പേ ചെയ്യുക. സോ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സ്? എന്താ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെയാണ് ട്രീറ്റ് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്രെഡിറ്റഡ് ടു കറണ്ട് അക്കൗണ്ട്. രണ്ടിലും ചെയ്യും. എങ്ങനെയാ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. സോ ആ ഒരു സാഹചര്യത്തിൽ കറണ്ട് അക്കൗണ്ടിലായിരിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും. എല്ലാം കൂടിയിട്ട് ഒറ്റ അക്കൗണ്ടിലല്ലേ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരാ, എ ഓർ ബി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. At the time of retirement, continuing partners acquire the share of outgoing partners is in dash ratio. എന്താണ്? ഈസി ആയിട്ട് പറയാം, ഗെയിനിങ് റേഷ്യോ ആണ് അല്ലെ. ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സിന്റെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അവർ പോകുന്ന സമയത്ത് അവരുടെ ബെനിഫിറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ അതിനെ ഗെയിനിങ് എന്ന് പറയാം, ഗെയിനിങ് റേഷ്യോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം? അപ്പോൾ ഡിസൊല്യൂഷനെ റിലേറ്റ് ചെയ്തിട്ട് ശരിയല്ലാത്തത് ബിസിനസ് എൻഡ് ചെയ്തു എന്ന് ആദ്യം പറയുന്നുണ്ട്. ബിസിനസ് കംസ് ടു എൻ എൻഡ്. കറക്റ്റ്. റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ്. ഉണ്ടോ ഡിസൊല്യൂഷനിൽ? ഇല്ല. റിവാലുവേഷനിൽ റിയലൈസേഷൻ അക്കൗണ്ട് ആണ് ബിസിനസ് അവസാനിച്ചുകൊണ്ട്. സോ ശരിയല്ലാത്തത് എന്താ? ഓപ്ഷൻ ബി ആണ് വരാം. ഓപ്ഷൻ ബി 14th. Question number 15. The proceeds from the sale of assets along with the contribution of partners at the time of dissolution of a firm are first used to pay off. അപ്പോൾ ഡിസൊല്യൂഷൻ്റെ സമയത്ത് നമ്മൾ ആദ്യം പേ ചെയ്യേണ്ടത് ആർക്കാണെന്നുള്ളതാണ്. 4 ഓപ്ഷൻ: പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് അഡീഷണൽ ക്യാപിറ്റൽ, എക്സ്റ്റേണൽ ലൈബിലിറ്റി, പാർട്ട്നേഴ്സ് ലോൺ ടു ദി ഫേം. എന്താണ് ഈസി ആയിട്ട് പറയാം? എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് ആദ്യം കൊടുത്തിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ കൊടുക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. ദി ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻ എ ഡാഷ് ഫേം. ഈസി ആണ്, ഓൾ ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Maximization of owner's wealth or shareholders' wealth is represented by which of the following? Wealth maximization എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക, മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ. ഈസി ക്വസ്റ്റ്യൻ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഡിവിഡൻഡ് amounts to capitalization of earnings and distribution of profits among the existing shareholders without affecting the cash position of the firm. Cash position എഫക്ട് ചെയ്യാണ്ട് ഇഷ്യൂ നടത്തുന്ന ഡിവിഡൻഡ്. ഈസിയാണ്. 4 ഓപ്ഷൻ: സ്ക്രിപ്പ്, ബോണ്ട്, സ്റ്റോക്ക്, പ്രോപ്പർട്ടി. എന്താ? സ്റ്റോക്ക് ഡിവിഡൻഡ് ആണ് അല്ലെ ക്യാഷ് പൊസിഷൻ എഫക്ട് ചെയ്യാണ്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് among the following is not a determinant of dividend policy? ഡിവിഡൻഡ് പോളിസിനെ ഡിവിഡൻഡ് ഡിസിഷനെ എഫക്ട് ചെയ്യാത്തതാണ്. നമ്പർ 1 ഡിവിഡൻഡ് പോളിസിനെ ലീഗൽ റെസ്ട്രിക്ഷൻ, then nature of industry, capital market condition, taxation policy. So ഇതിൽ ലീഗൽ റെസ്ട്രിക്ഷൻ എന്തായാലും നമ്മൾ കൺസിഡർ ചെയ്യണം, ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻ കൺസിഡർ ചെയ്യണം, ഡിവിഡൻഡ് പോളിസിയുടെ സമയത്ത് ടാക്സേഷനും ഉണ്ട്. സോ ആൻസർ നേച്ചർ ഓഫ് ഇൻഡസ്ട്രി ആണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയുന്നത്. പലരും കൺഫ്യൂസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിലിപ്പോൾ ഏത് വരും എന്നുള്ളത് കേട്ടോ. അപ്പോൾ നേച്ചർ ഓഫ് ഇൻഡസ്ട്രി ആണ് നമ്മളിപ്പോൾ ആൻസർ അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയുന്നത്. ഇനി അതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നമുക്ക് വേറെ മെയിൻ ആയിട്ടുള്ള കീ വരുമ്പോൾ പറയാൻ പറ്റും. Then moving to question number 21. The number of subordinate being efficiently and effectively managed by the individual manager. Easy ആണ്, span of control. Dash is the oldest form of organization structure. Again easy question. Line organization.
The dash approach of management treated organization as a closed system. നാല് ഓപ്ഷനിൽ ബി ആണ് വരാ, ക്ലാസിക്കൽ. ഈസി. Question number 24. Coaching is a method of dash training. Again easy question ആയിരുന്നു. On the job. The communication pattern under which the subordinate can communicate with and through one manager. നാല് ഓപ്ഷൻ circular, free flow, wheel and chain. ഓപ്ഷൻ സി ആണ്, വീൽ ആണ് ആൻസർ വരാ. കാരണം വീലിന്റെ പ്രത്യേകത നടുക്കിലൊരു മാനേജർ, ചുറ്റും വേറെ എന്തുണ്ടായിരിക്കും, സബോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. സോ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ മാനേജർ. ചെയിൻ ആവുമ്പോൾ ഈ പറഞ്ഞ പോലെ തൊട്ട് മുമ്പിലുള്ളത് ആരാണോ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന മാനേജറിലോട്ട് പോവാൻ. സോ കറക്റ്റ് ആൻസർ വരാ ഓപ്ഷൻ സി ആണ്, വീൽ. Question number 26. A new product is only an outgrowth of the existing product depends on the dash approach. Easy question. Evolutionary. Evolution എന്ന് പറയുമ്പോൾ എന്താണ് അല്ലേ, ഉണ്ടാവാണ്. Existing product നെക്സ്റ്റ്. സോ evolutionary approach ആണ്. Moving to question number 27. A firm can have supernormal profits in the long run under dash. ഏത് സ്ട്രക്ചറിലാണ്? മൊണോപ്പൊളി പറയേണ്ട ആവശ്യമില്ല. മൊണോപ്പൊളിയിൽ നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും, വേറെ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട്. Moving to question number 28. Fixing a higher price in the initial stage is known as easy market skimming. Moving to question number 29. Predictive analysis, conjoint client Delphi method. ഇതൊക്കെ എന്തിനാണ്? Are the methods of demand forecasting ആണ് കേട്ടോ. Easy. Moving to question number 31. The dash measures the percentage change in sales for a percentage change in the goods price. All other factors held constant. Option number A, price elasticity of demand. Moving to question number 32. The dash function depicts the relation between physical output of a production process and factors of production. Easy ആണ്. Physical output of production ഉം factors of production നമ്മൾ റിലേഷൻ എവിടെയാ? തിയറി ഓഫ് പ്രൊഡക്ഷനിലാണ് പറയുന്നത് അല്ലേ. ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് നമുക്കറിയാം. ഇവിടെ ഫിസിക്കൽ ഔട്ട്പുട്ടും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും relationship with theory of production. Moving to question number 33. When the economy experiences rapid growth, low rate of interest, increase in production, it is known as either stage expansion. Okay. Moving to question number 34. Dash demand forecasting is related to the business conditions prevailing in the economy as a whole. Economy as a whole എന്ന് പറയുമ്പോൾ നമുക്കറിയാം macro level. Moving to question number 35. The investments may increase when the rate of interest is dash in the economy. Rate of interest കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടും നമുക്കറിയാം. സോ ലോ ഇൻ ദി ഇക്കോണമി. ഓപ്ഷൻ ഡി ആണ് വരാ. Question number 36. The basic requirement of dash technique is the separation of fixed and variable cost. Easy marginal costing. Moving to question number 37. Dash are those costs that can be specifically and exclusively identified with a particular cost object. Direct cost. Easy ആയിരുന്നു അത്. സ്പെസിഫിക് ആൻഡ് എക്സ്ക്ലൂസീവ്ലി എന്ന് പറയുമ്പോൾ അറിയാം ഡിറക്റ്റ് ആണ്. The predetermined or target costs that are incurred under efficient operating conditions are standard cost. Option C. Moving to question number 39. Dash is equal to the difference between standard wage rate per hour and actual wage rate multiplied by the actual number of hours worked. Easy. Question number 39 answer C ആണ്, wage rate variance. Moving to question number 40. The term dash describes the situation where all business functions are involved in the process of continuous quality improvement. Easy TQM. Profit volume ratio establishes the relationship between easy contribution and sales. Contribution divided by sales into 100. Moving to question number 42. Dash is the aggregate amount of revenue available after variable cost to cover fixed expenses and provide profit to the company. എന്താ പലർക്കും ഇത് വായിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. ദെൻ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുക. അതല്ല ഇവിടെ പറയുന്നത്. ഡാഷ് ഈസ് ദി അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് റവന്യൂ അവൈലബിൾ ആഫ്റ്റർ വാരിയബിൾ കോസ്റ്റ്. വാരിയബിൾ കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന എന്താ? കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ്. ദെൻ അത് പിന്നെ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് മറ്റ് കാര്യങ്ങൾക്കും അതിനുശേഷം നമുക്ക് എന്ത് ലഭിക്കുന്നു? പ്രോഫിറ്റ് കിട്ടുന്നു. Moving to question number 43. Time lost in the normal course of activity is known as easy normal idle time. Margin of safety is the difference between dash and break even point. Actual sales minus BP sales ആണ് margin of safety.
Option D ആണ് ആൻസർ വരാ actual sales. Moving to question number 45. Combination of indirect material, indirect labor and indirect expenses are easy overhead cost. Moving to question number 46. Dash is the father of modern theory of management. നാല് ഓപ്ഷനിൽ തെറ്റ് വരാൻ സാധ്യതയുള്ളതാണ്. ഹെൻറി ഫയോൾ ആണ് ആൻസർ. മോഡേൺ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് പീറ്റർ എഫ് ഡ്രക്കർ ആണ്, ബട്ട് മോഡേൺ തിയറി ഓഫ് മാനേജ്മെന്റ് ഹെൻറി ഫയോൾ ആണ് കേട്ടോ. Moving to question number 47. Dash developed the theory of motivation based on the hierarchy of needs. Easy question. Abraham Harold Maslow. Moving to question number 48. Which among the following is not a technique of TQM? നാല് ഓപ്ഷനിൽ ഈസി ആയിട്ട് പറയാം ക്വാളിറ്റി മെഷർമെന്റ് ആണ്, ബാക്കിയുള്ളൊക്കെ ടെക്നിക് ആണ്. ദിസ് ഇസ് കൺസെപ്റ്റ്. ക്വാളിറ്റി മെഷർമെന്റ് ആണ് ആൻസർ വരാ. Moving to question number 49. Who conducted the Hawthorne experiment? Elton Mayo. Easy. The concept of MPO was introduced by Peter F. Drucker. Easy. Moving to question number 51. Which of the following statement are correct as per Companies Act 2013? Number 1, minimum number of directors in public company 5. തെറ്റാണ്. Minimum number of directors in public company is 3. Correct. Then minimum number of directors in private company is 2. So 2 and 3 ആണ് correct. C ആണ് answer വരാ. Only 2 and 3. Moving to question number 52. Which of the following statement are correct as per Companies Act 2013? Number 1, normally independent directors are executive directors of the company. തെറ്റാണ്. Independent directors are non-executive directors ആണ്. ആദ്യത്തെ തെറ്റാണ്. രണ്ടാമത്തെ കറക്റ്റ് ആണ്. Every listed company shall have at least 1/3 of the total number of directors as independent directors. So രണ്ടാമത്തെയാണ് ശരി. So B ആണ് correct. Only 2. Moving to question number 53. As per section 132 of the Companies Act 2013, the central government can constitute dash to provide for matters relating to accounting and auditing standards in a national financial reporting authority. Constitute ചെയ്യാൻ സാധിക്കും. Option A ആണ് correct. Moving to question number 54. A company which is formed for the promotion of arts, science, charity, religion. Easy ആണ്. Section 8 company അല്ലേ. Easy. Option C ആണ് വരാ. Moving to 55. Maximum number of members in a private company. Easy. 200. Option D. Moving to 56. Annual return filed with the dash in form number MGT 7 provides information about companies to Arikana, registrar of companies. Option A ആണ് correct. Moving to 57. Which of the following statement are correct about annual general meeting of a company? Number 1, giving not less than 21 days notice either in writing or through electronic mode is a prerequisite before general meeting of a company. Correct. 21 days ആണ് അവിടെ വരുന്നത്. രണ്ടാമത്, as per provision 101 of the Companies Act 2013, a general meeting may be called after giving shorter notice than specified in statement 1. Correct. Then third പറയുന്നത് notice of every general meeting shall not be given to every director of a company. എല്ലാവർക്കും കൊടുക്കില്ല എന്നുള്ളതാണ്. തെറ്റാണ്. Then in case of private company, one member personally present shall be quorum for the meeting of the. അതും തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെയാണ് കറക്റ്റ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരാം കേട്ടോ. ഓൺലി 1 and 2. Moving to 58. Nomination and remuneration committee shall be constituted from the auditors of the company. Option B ആണ്. The statement is incorrect because directors ആണ് ഈ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. directors ആണ്. ഇവിടെ auditors എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So it is incorrect. Moving to question number 59. Two modes of winding up as per section 270 of the Companies Act. രണ്ട് modes ഏതൊക്കെയാ? ഓപ്ഷൻ ഡി ആണ് വരാം. വൈൻഡിങ് അപ്പ് ബൈ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആൻഡ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഈസിയാണ് അത്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 60. ഓവർ റൈഡിങ് പ്രിഫറൻഷ്യൽ പേയ്മെന്റ്സ് ആസ് പെർ സെക്ഷൻ 326 ആൻഡ് പ്രിഫറൻഷ്യൽ പേയ്മെന്റ്സ് ആസ് പെർ സെക്ഷൻ 327 ഈസ് ആപ്ലിക്കബിൾ. എവിടെയാണ്? വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. കമ്പനി വൈൻഡിങ് അപ്പ് ആകുമ്പോഴാണ് ഈ പ്രിഫറൻഷ്യൽ പേയ്മെന്റ്സിന്റെ കാര്യമൊക്കെ വരുന്നത്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 61. Demutualization is the process by which a member-owned organization can become a shareholder company. Demutualization is the term which is related with stock exchange ആണ്. അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഈ പറയുന്ന എന്താണ് ഡിമ്യൂച്വലൈസേഷൻ. ഒരു ഓണർഷിപ്പിൽ നിന്ന് മറ്റൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് മാറാണ് അവിടെ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ആൻസർ വരാം. ഓപ്ഷൻ ഡി.
Moving to question number 62, dash as a tool which helps to curb excess volatility in the stock exchange. Circuit breakers ആണ് വരാ. Option A ആണ് correct answer. Moving to question number 63, listed companies can file appeal against the orders of stock exchange in the dash as per Securities Control Regulation Act 1956. SAT ആണ് Securities Appellate Tribunal. Option C ആണ് correct. Moving to question number 64, which of the following statement are correct? Number 1, companies have to obey Indian Companies Act 2013 for listing. സെബിയുടെ അനുസരിക്കേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു സെബി അനുസരിക്കണം, കമ്പനീസ് ആക്ട് വേണ്ട. പിന്നെ പറയുന്നു രണ്ടും വേണം. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കമ്പനീസ് ഹാവ് ടു ഒബേ ബോത്ത് സെബി ആൻഡ് 2013 കമ്പനീസ് ആക്ട്. സോ ഓപ്ഷൻ ബി ആണ്. ഓൺലി 3 ഈസ് കറക്റ്റ്. 64. Moving to 65, the centralized web-based complaints redress system of SEBI is known as scores. Scores ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. Then angel fund is created to invest in easy ആണ് startup business. Moving to question number 67, a company may issue bonus shares to its members out of free reserve, security premium, capital redemption reserve. മൂന്ന് എടുക്കും. All of the above ആണ്. So option D ആണ് correct. Moving to question number 68, which of the following statement are correct as per Companies Act 2013? A public company can issue right and bonus, private company can issue right and bonus. Both 1 and 2 are correct. Option B ആണ് answer. Moving to question number 69, which of the following statement are correct? Financial asset are intangible asset which are expected to provide future benefits in the form of claim to future cash. Then it's not correct. Indian financial system consists of both organized and unorganized system. It's correct. Money market divided into primary and secondary. Incorrect. Capital market നെയാണ് പ്രൈമറിയും എന്താണ് സെക്കൻഡറി എന്നും പറയുന്നത്. ദെൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ഓർഗനൈസ്ഡ് എന്നും അൺഓർഗനൈസ്ഡ് എന്നും പറയാൻ സാധിക്കും. ദെൻ ഈ പറയുന്ന ഫിനാൻഷ്യൽ സിസ്റ്റം ആർ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. സോ ഇവിടെ 2 മാത്രമാണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരാം. ഓൺലി 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 70, commercial banks collect checks, demand draft, bills, etc. on behalf of their customers as part of agency services. Option A ആണ് correct. Moving to question number 71, dividing buyers into groups based on their knowledge, attitudes, uses or response to a product is called easy behavioral segmentation. Option D. Moving to question number 72, principles of auditing professional ethics are: number 1, principal auditing, principles of independence, code of conduct and professional ethics of auditors, code of behavior of auditor. Option C ആണ് correct. Code of conduct and professional ethics of auditors. Moving to question number 73, arrears of rent received during previous year rupees 1 lakh. From this amount deduction is to be allowed. ഇതിന്റെ 30% നമുക്ക് ഡിഡക്ട് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സോ 30% ആനുവൽ വാല്യൂ നിന്ന് 30% പോകുമ്പോൾ ഡിഡക്ഷൻ എമൗണ്ട് വരുന്നത് 30,000. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. Moving to question number 74, the principal objective of audit easy ആണ്, പലരും തെറ്റിച്ച് കണ്ടിട്ടുണ്ട്. To report to management of business whether the balance sheet exhibits a true and fair view of the statement of affairs of the business. Option B ആണ് correct. Moving to question number 75, from the following in which an admissible expense, admissible disallowed അല്ല admissible ആണ്. ആദ്യത്തെ expenses on assessment of income disallowed ആണ്, income tax disallowed, charity and donation disallowed. So option C ആണ് correct. Capital expenses incurred. 3 C ആണ് ആൻസർ കേട്ടോ. Moving to question number 76, which of these companies uses tagline think different? Option A ആണ് correct. Apple. Moving to question number 77, audit program is a action plan. Easy ആണ്. Option A ആണ് correct. Option A action plan ആണ്. Moving to question number 78, capital gain on depreciated assets will always be short term capital gain ആണ്. വളരുന്നില്ലല്ലോ, ഡിപ്രീസിയേഷൻ അവിടെ സംഭവിക്കുകയാണ്. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 79, which of these is not a correct statement about features of modern marketing? Modern marketing is producer oriented. തെറ്റാണ്. കൺസ്യൂമർ ഓറിയന്റഡ് ആണ് അല്ലെ, കസ്റ്റമർ ഓറിയന്റഡ് ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. Moving to question number 80, income from subletting of house property is taxable under income from other sources. Option C ആണ് correct.
Question number 81. Which of the following is not an element of promotion mix? Branding. Easy. ബാക്കിയൊക്കെ promotion mixil വരുന്നതാണ്. Moving to question number 82. Loan against security of land and property are verified from mortgage deed. Option D. Moving to question number 83. Which of these is true about 80D of Income Tax Act? Easy. Option B ആണ് medical insurance premium. Among the option given, which of these cannot be considered as a role that customer play in a buying decision? Stalker. ബാക്കിയൊക്കെ നമുക്ക് ഈ പറയുന്ന കസ്റ്റമർക്ക് ചെയ്യാൻ സാധിക്കും. സ്റ്റോക്കർ എന്ന് പറയുമ്പോൾ വെയർ ഹൗസ് സൂക്ഷിച്ചു വയ്ക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 85. Which of these cannot be considered as an objective of internal control system? എന്താണ്? ഈസി ആയിട്ട് ഞാൻ നേരെ ആൻസറിലോട്ട് പോവാണ്. ആസ് ഇറ്റ് നോട്ട് ബി വെരിഫൈഡ് മിയർ റെക്കോർഡിംഗ് ഈസ് ഇനഫ്. അത് എന്തായാലും ഒബ്ജക്റ്റീവ് അല്ല ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 86. Cultural factors consist of culture, subculture and social class. Option B ആണ് correct. Moving to question number 87. Pick the correct option made on the statement below. Dimensions of product mix: width, length, depth, consistency. നാലുണ്ട്. All of the above. Option D ആണ് correct. Moving to question number 88. Which of these statement is correct about investigation versus auditing? ആദ്യത്തെയാണ് ആൻസർ കറക്റ്റ് വരിക. ഓഡിറ്റിങ്ങിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണം. ഇൻവെസ്റ്റിഗേഷന് സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 89. Minor's income is clubbed to. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. Father's income or mother's income, whichever is higher. Moving to question number 91. Out of which income deduction under section 80G is not allowed? നാല് ഓപ്ഷനിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A. Then moving to question number 92. Towards the end of this stage, prices of product begin to fall and profits peak. By this time, most firms have recovered their development cost. Their main priority to increase or retain market share and to enhance profit. ഏതാണ് സ്റ്റേജ് എന്നാണ് ചോദ്യം. PLCയിൽ മെച്യൂരിറ്റി ആണ് ആൻസർ വരാം. Question number 92. Moving to question number 93. Which of these statement is not true about auditing working paper? നേരെ ആൻസറിലോട്ട് പോകണം ഞാൻ. ഓഡിറ്റിംഗ് വർക്കിംഗ് പേപ്പറിൽ ഇറ്റ് ഓൺലി മെഷർ നെയിം നേച്ചർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി. തെറ്റാണ്. അതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ ഡീറ്റെയിൽസ് ഒരുപാട് ഉണ്ടായിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. Moving to question number 94. A non-speculative business discontinued in the previous year 1920. The brought forward loss can be set off against income from. നാല് ഓപ്ഷനിൽ ഏതാ ഇൻകം ഫ്രം ബിസിനസ് ആണ് വരാം കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. Moving to question number 95. Among the following, which of these is an example of pull marketing strategy? Answer option B, media coverage. Moving to question number 96. Super senior citizen income tax പ്രകാരം ഏത് എത്ര വയസ്സാണ്? 80 years ആണ്. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. 80 years. Option C. Moving to question number 97. Who has introduced the concept of market segmentation? Wendell R. Smith. Option C. Moving to question number 98. Which one is not related to auditing? Easy ആണ് എടുക്കാൻ. Trial balance. Moving to question number 99. Interest credited to recognized provident fund account is exempt up to 9.5%. Option B. 100. Concealment or shortage by delaying the recording of cash receipt is known as lapping. Option C ആണ് കേട്ടോ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇതിലെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുമോ എന്നുള്ളത് നമുക്ക് ആൻസർ കീ ശരിയായിട്ടുള്ളത് കേരള PSC പബ്ലിഷ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കേരള PSCയുടെ കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റഡ് ടീച്ചറിലെ എല്ലാ കോഴ്സിനും കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനമാണ്. ഓൺലൈനായിട്ട് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ കോച്ചിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.